തിരുവനന്തപുരം നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലെ സ്യൂവേജ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ പ്രവർത്തനം താളം തെറ്റി. ജലം ശുചീകരിക്കുന്ന പ്രവർത്തനം താളം തെറ്റിയതോടെ പ്രദേശത്ത് ദുർഗന്ധം വമിക്കുകയാണ്. അടിയന്തരമായി പ്ലാന്റിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കി ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ പ്രവർത്തനം താളം തെറ്റിയതോടെ ആശുപത്രിയിലും പരിസരത്തും ദുർഗന്ധം വമിക്കുകയാണ്. രോഗികളും കൂട്ടിയിരിപ്പുകാരും നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരും ഉൾപ്പെടെ വലിയ പ്രതിസന്ധിയിലായി. 10 വർഷം മുമ്പ് UDF സർക്കാരിന്റെ കാലത്ത് 1 കോടിയോളം രൂപ ചെലവഴിച്ച് നടപ്പാക്കിയ പദ്ധതിയായിരുന്നു നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലെ സീവേജ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ്. ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്ന് വീഴ്ച സംഭവിച്ചത് മൂലമാണ് ഈ രീതിയിൽ പ്ലാന്റിന്റെ പ്രവർത്തനം താളം തെറ്റിയതെന്ന് നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് ഫ്രാങ്ക്ലിൻ പറഞ്ഞു. ആശുപത്രിയുടെ മലിനജലം പൊതുജനം ഉപയോഗിക്കുന്ന ശുദ്ധജല സംഭരണിയുള്ള നെയ്യാറിൻ്റെ ഭാഗത്തേക്ക് ഒഴുകിപ്പോകുന്നത് ഇത് വലിയ ഒരു ഗുരുതരമായ ആരോഗ്യ പ്രശ്നമുണ്ടാക്കുന്ന നിലയിൽ മാറിയിരിക്കുകയാണ്. ഇത് പല ഘട്ടങ്ങളിൽ നഗരസഭ ഈ വിഷയത്തിൽ ഇടപെടുകയും ആശുപത്രി അധികൃതർക്ക് നോട്ടീസ് നൽകുകയും ചെയ്തു. പക്ഷേ നാളിതുവരെ ഈ മലിനജലം പുറത്തേക്ക് ഒഴുക്കി വിടുന്നത് തടയുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിയും ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. ഫിൽറ്ററുകളിൽ അഴുക്കും മാലിന്യവും കലർന്ന് അടിഞ്ഞതിനെ തുടർന്നാണ് ജലശുചീകരണം നടക്കാത്ത അവസ്ഥയിൽ എത്തിയതെന്നാണ് നാട്ടുകാർ പറയുന്നത്. പ്രദേശത്ത് കൊതുക് ശല്യവും രൂക്ഷമാണ്. പ്ലാന്റിനെതിരെ നഗരസഭ ആരോഗ്യ വിഭാഗം കർശന നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് ജോസ് ഫ്രാങ്ക്ലിൻ പറഞ്ഞു. ഇത് വളരെ ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്ന നിലയിൽ മാറിയിരിക്കുകയാണ്. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് നഗരസഭ ആരോഗ്യ വിഭാഗം ഇതിനകത്ത് കർശനമായ നടപടിയുമായി മുന്നോട്ട് പോകുന്നു. അതിൻ്റെ ഭാഗമായി ആശുപത്രി സൂപ്രണ്ടിന് പിഴ ഉൾപ്പെടെയുള്ള നടപടി സ്വീകരിച്ചുകൊണ്ട് നഗരസഭ ആരോഗ്യ വിഭാഗം ഇത്തരുണത്തിൽ മുന്നോട്ട് പോവുകയാണ്. ടാങ്കിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യുവാനുള്ള സംവിധാനത്തിന്റെ അപര്യാപ്തതയാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് ജീവനക്കാർ പറയുന്നത്. അത്യാധുനിക രീതിയിലുള്ള പ്ലാന്റ് നിർമ്മിക്കാൻ ജില്ലാ പഞ്ചായത്ത് 50 ലക്ഷം രൂപയോളം അനുവദിച്ചിരുന്നു. എന്നാൽ പദ്ധതി പ്രദേശത്ത് നിൽക്കുന്ന മരം മുറിച്ചു മാറ്റുന്നതിന് അനുമതി വൈകുന്നതാണ് പ്രതിസന്ധിയാകുന്നത്. പ്രശ്നത്തിൽ അടിയന്തരമായി ഇടപെട്ട് പ്ലാന്റിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.